നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി അണ്ണാച്ചി ലോകത്തുള്ള ആളുകളെയൊക്കെ ചീത്ത വിളിച്ച് എന്നൊക്കെ പറഞ്ഞ് തോക്കും പീരക്കയായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ വിളിച്ച് അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഒരു തമ്പുരു കയ്യിൽ കൊടുത്ത ചിത്രമാണ് സിന്ദൂരരേഖ. അപ്പൊ സിന്ദൂരരേഖയിൽ കുറെ എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ട കുറെ പാട്ടുകളുണ്ട്. അപ്പൊ അതില് ഒരു കൃഷ്ണഭക്തി ഗാനമുണ്ട്. നമ്മുടെ കൈതപ്ര അണ്ണാച്ചി അതിമനോഹരമായിട്ട് എഴുതിയ പ്രണതോസ്മി ഗുരുവായൂരേശൻ. അപ്പൊ അത് ഇത്രയും ഒന്ന് കൈയടിച്ച കൈയില്ലാത്തവരാണ് ഭാഗ്യം. അപ്പൊ ഇപ്പൊ ഞാനൊക്കെ പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കസ്ട്രക്കാർ, ഞാൻ ക്ഷണക്കത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരത്തേട്ട ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഓർക്കസ്ട്രേഷൻ ഭയങ്കര ഭീകരമാണ്, അല്ലെങ്കിൽ എടുക്കുന്ന സ്ഥലം ഒരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ഞാനൊന്ന് ആലോചിച്ചു. ഞാനിങ്ങനെ ഈ ആളുകളെ വലയ്ക്കാൻ വേണ്ടി പാട്ടുണ്ടാക്കുന്ന ഒരാളല്ല. നമ്മളെല്ലാ ജനങ്ങളിൽ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ ആരൂപേ, അമ്മയ്ക്ക് സാധാരണ ഇങ്ങനത്തെ അതൊന്നും പോരാ, അതൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഒരു ഇച്ചിരി ചിരി വരുത്തും. അപ്പൊ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത് എൻ്റെ ഒരു ശൈലി അങ്ങനെ ആയിപ്പോയത്. അപ്പൊ അത് ഞാൻ കുറേയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കുറെ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനി കുറെ പാട്ടുകൾ ഉണ്ടാക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് തട്ടിപ്പോകുന്നതിന് ബായ്സ് ഉണ്ടെങ്കിൽ ചെയ്യും. കാര്യം അതൊന്നും നമ്മുടെ കയ്യിൽ, നമുക്ക് നാളെ എങ്ങനെയായിരിക്കും നാളെ എന്ന് അറിഞ്ഞുകൂടാ. കാര്യം അത് നമ്മുടെ കയ്യിലല്ലല്ലോ. ഞാൻ ഈ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഈ ഒരു മൊമെന്റ് ജീവിക്കുക, ഈ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുക, അതാണ് സത്യം. കഴിഞ്ഞ കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. നാളെ എന്തുണ്ടാവുമെന്ന് ആർക്കും അറിഞ്ഞൂടാ, ഒരു ദൈവം തമ്പുരാനും അറിഞ്ഞൂടാ. അപ്പൊ അത് മനസ്സിലാക്കി എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം.